കേരളത്തിന്റെ അങ്ങേ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ പറഞ്ഞ പരിപാടിയാണ്. ഓരോ ജില്ല കഴിയുമ്പോഴും അവിടെ ഇൻചാർജ് കൊടുത്തിട്ടുള്ള ഓരോ ആളുകളുണ്ട്. ആ പരിപാടി കൃത്യസമയത്ത്, അതായത് ഒരു 5 മിനിറ്റ് താമസിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് ചെല്ലുമ്പോഴത്തേക്ക് അരമണിക്കൂർ താമസിക്കും. രാത്രി ആകുമ്പോഴത്തേക്ക് അവിടുത്തെ ജനങ്ങൾ പോകുമെന്നതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ 10 മണിവരും 11 മണിവരെയൊക്കെ നിൽക്കും. പിന്നെയും 12 മണിക്ക് 1 മണിക്കൊക്കെ പരിപാടി നടത്താൻ പറ്റുമോ ഒരു പാർട്ടിയെ സംബന്ധിച്ചു? അപ്പോൾ അതിനുള്ള ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുന്നുണ്ട്. അവിടെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു നേതാവിന്റെ ഒരു ഗുണമാണ് നമ്മളവിടെ കണ്ടത്. അപ്പൊ അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഇപ്പോ ഒന്നെങ്കിൽ പരിപാടിക്ക് ഷാഫി സംസാരിച്ചിട്ടേ പോകാവൂ എന്നുള്ള നേതാക്കന്മാരുടെ ഒരു വികാരമാണ് നമ്മളവിടെ കണ്ടത്. തീർച്ചയായിട്ടും അവിടെ പറഞ്ഞു വെക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളൊക്കെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്, വി.ഡി. സതീശന് മുൻപ് ഷാഫി പറമ്പിലിനെ വിളിച്ചില്ല പ്രസംഗിക്കാൻ വേണ്ടി. ആ ഒരു പിണക്കമാണ് ഷാഫി ആ വേദിയിൽ കാണിച്ചത് എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഷാഫി പറമ്പിൽ പോയ ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു വേദി കൊടുത്തില്ലെന്ന് പറഞ്ഞ പരാതിയുടെ ആവശ്യം ഒരിക്കലും സംഭവിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ പരിപാടി ആരുടേതാണ്? വി.ഡി. സതീശന്റേതാണ്. വി.ഡി. സതീശൻ പരിപാടി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ, അതായത് ആ വി.ഡി. സതീശൻ പരിപാടി കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ ആർക്ക് വേണമെങ്കിലും സംസാരിക്കാം. തീർച്ചയായിട്ടും.